ശാന്തമായൊഴുകുന്ന വേമ്പനാട്ടുകായലിൽ അതീവ ശാന്തമായി ഒരു ദ്വീപ്. അതാണ് പാതിരാമണൽ. പാതിരാമണലെത്തുന്ന ഒരു സഞ്ചാരിയെ കാത്ത് എന്തെല്ലാമാണുള്ളത് കണ്ടു നോക്കാം. പാതിരാമണൽ, കായലിൽ ഉയർന്ന പച്ചപ്പിൻ്റെ തുരുത്ത്, നട്ടുച്ചയ്ക്ക് ഇരുട്ടാവുന്ന പാതിരയിൽ തിളങ്ങുന്ന അത്ഭുത ലോകം. ഇത് പാതിരാമണൽ. വേമ്പനാട്ട് കായലിൽ 100-ലേറെ ഏക്കർ വിസ്തൃതിയിലാണ് ഒരൊറ്റ നിറം എല്ലാ വർണ്ണവുമാവുന്ന ഈ ദ്വീപ്. ഇടയ്ക്കിടെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് പേരറിയ പക്ഷികളുടെ പാട്ട്. മുഹമ്മ കുമരകം ജലപാതയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് നൂറുകണക്കിന് ദേശാടന പക്ഷികളുടെ വാസഗൃഹം കൂടിയാണ്. കുമരകത്തു നിന്നും ബോട്ടിൽ മുഹമ്മയിലിറങ്ങാം. അവിടെ നിന്ന് കായ്പുറത്തെ ബോട്ട് ജെട്ടിയിലെത്തിയാൽ കാണാം കായലിന് മേലെ പച്ച പുതപ്പിട്ടതുപോലെ ഒരു തുരുത്ത്. സ്വകാര്യ ബോട്ടുകളുമുണ്ട് പാതിരാമണലിലേക്ക്. വില്ലുമംഗലം സ്വാമിയാർ കായലിൽ നിന്ന് സൃഷ്ടിച്ചതാണ് ദ്വീപെന്ന് കഥ. പാതിരയ്ക്ക് സൃഷ്ടിച്ചതുകൊണ്ടാണ് പാതിരാമണൽ എന്ന പേര് വന്നത്. പൊരായി തരകൻ എന്ന ജന്മിയുടെ കൈവശമായിരുന്നു ദ്വീപ്. തരകനിൽ നിന്ന് ദ്വീപ് ഗുജറാത്തി വ്യാപാരിയായ ഭീംജി ദേവ്ജി വാങ്ങി. പിന്നീട് ഷെവലിയർ ACM അന്തർപ്യറായി ദ്വീപിന്റെ ഉടമസ്ഥൻ. പാതിരാമണലിൽ സഞ്ചാരികൾ എത്തിത്തുടങ്ങിയതോടെ വിനോദസഞ്ചാര വകുപ്പിന് കീഴിലായി. ഇവിടെയുണ്ടായിരുന്ന 14 കുടുംബങ്ങളെ മുഹമ്മയിൽ പുനരധിവസിപ്പിക്കുകയും ചെയ്തു. കല്ലുപാകിയ നടവഴി അവസാനിക്കുന്നത് കായലോരത്ത് തന്നെ. ഇവിടെ നിന്നും ഇരുവശങ്ങളിലേക്കും നടക്കാം, ദ്വീപ് ചുറ്റാം. നൂറ് ഏക്കറിലേറെ വിസ്തൃതിയുള്ളതും 4 ഭാഗവും വേമ്പനാട്ട് കായലിനാൽ ചുറ്റപ്പെട്ടതുമായ പാതിരാമണൽ ദ്വീപ് സഞ്ചാരികൾക്ക് മറക്കാനാവാത്ത അനുഭവമാണ് പകർന്നു നൽകുന്നത്. കൂടുതൽ വികസനം എത്തിക്കാൻ സാധിച്ചാൽ കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയിൽ പുതിയൊരു അധ്യായം രചിക്കാൻ പാതിരാമണൽ ദ്വീപിന് സാധിക്കും.